നമ്മൾ ഈ അടുത്ത് പെറ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്ത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ചെറിയ മിനി പമ്പാണ് ഈ കാണുന്നത്. ഇതൊരു സബ്മേഴ്സിബിൾ പമ്പാണ്. സോബോ ബ്രാൻഡിന് കീഴിൽ വരുന്നതാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ കാണുന്നതാണ് WP280. ഇതിൻ്റെ വാട്ടേജ് എന്ന് പറയുന്നത് 5 വാട്ടാണ്. ചെറിയൊരു മിനി പമ്പാണ്. അതുകൊണ്ട് തന്നെ തീരെ ചെറിയൊരു പവർ കൺസംഷനാണ് വരുന്നത്. നമ്മുടെ വലിയ ഡബിൾ വാൽവ് എയറേറ്ററിൻ്റെ അതേ പവർ കൺസംഷൻ തന്നെയാണ് 5 വാട്ട്. ഇതിൻ്റെ പ്രൈസ് കാണിച്ചിരിക്കുന്നത് 280 രൂപയാണ്. നമ്മൾ പല ബ്രാൻഡുകളുടെ പലതരത്തിലുള്ള പമ്പുകൾ അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈലോ ബ്രാൻഡിൻ്റെ 18 വാട്ട്സ് 40 വാട്ട്സ്, കെയ്ത്താൻ്റെ 18 വാട്ട്സ് 40 വാട്ട്സ്, അതുപോലെ തന്നെ സോബോയിൽ നിന്ന് തന്നെ നമ്മൾ മുമ്പ് വാങ്ങിയിട്ടുള്ള WP1880 എന്ന് പറഞ്ഞ മോഡൽ അതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ 40 വാട്ട് 18 വാട്ട് 20 വാട്ടിൻ്റെ പമ്പുകളാണ്. ഇത് നമ്മുടെ ശ്രദ്ധയിൽ പെടാൻ കാരണം ഇത് വെറും 5 വാട്ടിൻ്റെയാണ്. മിനി പമ്പാണ്. ചെറിയ അക്വേറിയങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഈ ഒരു പമ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എയറേഷൻ കൊടുക്കാൻ പറ്റും പ്രാഥമികമായിട്ട്. അതായത് വെള്ളത്തിലേക്ക് ഡിസോൾവ്ഡ് ഓക്സിജൻ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 2 വാൽവ് കാണിച്ചിട്ടുള്ളത്. മെയിനായിട്ടുള്ള വലിയ വാൽവ് എന്ന് പറയുന്നത് അതിൽ കൂടെയാണ് വെള്ളം പുറത്തേക്ക് പുഷ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ എയർ മിക്സ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് സൈഡിൽ കാണുന്ന ചെറിയ വാൽവ്. അതിലേക്ക് നമ്മളൊരു ഹോസ് കണക്ട് ചെയ്തിട്ട് അത് അക്വേറിയത്തിൻ്റെ പുറത്തേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം പമ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ എയറും അതിൻ്റെ കൂടെ ഡിസോൾവ് ചെയ്ത് പുറത്തേക്ക് പുറന്തള്ളുന്നതാണ്. അങ്ങനെയാണ് ഇതിൻ്റെ എയറേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എയറേഷന് വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു പമ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെറിയ രീതിയിലുള്ള ഫൗണ്ടൻ സെറ്റപ്പുകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് വെള്ളം പുഷ് ചെയ്യുന്ന ആ ഒരു മെയിൻ ഔട്ട്ലെറ്റിൽ നിന്ന് നമുക്കൊരു ഹോസ് കണക്ഷൻ എടുത്തിട്ട് നമുക്ക് വെള്ളം അക്വേറിയത്തിലേക്ക് തിരിച്ച് വീഴുന്ന ആ ഒരു രീതിയിൽ ഫൗണ്ടൻ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ വെള്ളം അക്വേറിയത്തിലേക്ക് വീഴുമ്പോൾ സർഫസ് എജിറ്റേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെയും വെള്ളത്തിലേക്ക് ഡിസോൾവ്ഡ് ഓക്സിജൻ സപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. ഈ വലിയ വാൽവ് വെള്ളത്തിൻ്റെ ഔട്ട്ലെറ്റും ചെറിയ വാൽവ് നമ്മുടെ എയറിൻ്റെ ഇൻലെറ്റും ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ എയറിൻ്റെ ഇൻലെറ്റ് നമ്മൾ യൂസ് ചെയ്യാതെ നമ്മൾ ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് പുഷ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതായത് ഫൗണ്ടനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ എയർ ഇൻലെറ്റിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കാതെ ജസ്റ്റ് പ്രവർത്തിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ വരില്ല. ജസ്റ്റ് വെള്ളം മാത്രമാണ് ഈ ഒരു വെള്ളത്തിൻ്റെ ഔട്ട്ലെറ്റിൽ കൂടെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് വേവ് മേക്കറായിട്ട് യൂസ് ചെയ്യാം. അതായത് ചില അക്വേറിയങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മീനുകൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് വേവ് മേക്കർ വെക്കുന്നത്. വേവ് മേക്കർ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. വേവ് മേക്കർ എന്നുള്ള പേര് തന്നെ അത് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. ഇത് നമുക്ക് ചെറിയ രീതിയിൽ അതിൻ്റെ ഫംഗ്ഷൻ ചെയ്യുന്ന പമ്പുകളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് ജസ്റ്റ് ഇതുപോലെ കണക്ട് ചെയ്ത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എയറേഷൻ്റെ ആ ഒരു ഹോസ് കണക്ട് ചെയ്യാതെ ജസ്റ്റ് നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം പുഷ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് ആ ഒരു വെള്ളത്തിൻ്റെ ഔട്ട്ലെറ്റിൽ കൂടെ. അപ്പോൾ നല്ല രീതിയിൽ വേവ്സ് വരും. നമുക്ക് അക്വേറിയത്തിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് ഇത് നീക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പ് ഭാഗത്ത് വേവ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള മീനുകൾ, ഉദാഹരണത്തിന് സീബ്ര, ടെട്രകൾ, അത്തരം മീൻ, ടൈഗർ ബാർബുകൾ, ഇത്തരം മീനുകൾക്കൊക്കെ ചെറിയ രീതിയിലുള്ള വേവുകൾ ഇഷ്ടപ്പെടുന്ന മീനുകളാണ്. അത്തരം മീനുകൾക്കൊക്കെ വേവ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്തരം പമ്പുകൾക്ക് മൾട്ടിപ്പിൾ ഫംഗ്ഷനുകളാണ് ഉള്ളത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനും ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മാറ്റി യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പമ്പ് പലർക്കും യൂസ്ഫുൾ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് ഈ ഒരു മോഡൽ നമ്പറും ബ്രാൻഡ് നെയിമൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ സോബോൻ്റെ കീഴിൽ വരുന്ന WP1880 എന്ന് പറഞ്ഞ മോഡൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാളിറ്റി എനിക്ക് നല്ല രീതിയിൽ അറിയാം. ഇത്തരം ബ്രാൻഡുകൾ സോബോ, ബോയു, അതുപോലെ തന്നെ സൺസൺ എന്ന് പറയുന്ന ബ്രാൻഡുകളൊക്കെ എല്ലാം ചൈനീസ് ബ്രാൻഡുകളാണ്. അതെല്ലാം ഇത്തരത്തിലുള്ള അക്വേറിയം പ്രൊഡക്ട്സിൽ സ്പെഷ്യലൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അക്വേറിയത്തിൽ വെക്കാനുള്ളതായതുകൊണ്ട് തന്നെ അവർ ആ ഒരു രീതിയിലാണ് അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റിയാണ്. ഇവരുടെ എല്ലാ പ്രൊഡക്ട്സും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റിയാണ് റിലീസ് ചെയ്യുന്നത്. ഇതിൻ്റെ വയറും പ്ലഗും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുപോലെ എല്ലാം നമ്മൾ ആമസോണിൽ നിന്നൊക്കെ വാങ്ങുന്ന ജനറൽ പർപ്പസ് പമ്പുകൾ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നോർമൽ ക്വാളിറ്റിയാണ്. പ്ലഗ് ഒന്നും ചിലപ്പോൾ ഉണ്ടായിരിക്കുന്നതല്ല. നമ്മൾ ഈലോവിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബഡ്ജറ്റ് പമ്പുകളാണ്. അതിൻ്റെ വയറിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ പ്ലഗ് കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ആയിരിക്കും. അതൊക്കെ നമ്മൾ വാങ്ങി സെപ്പറേറ്റ് ഫിറ്റ് ചെയ്യണം. ഇത് എല്ലാം റെഡി ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് സാധാരണ ജനറൽ പർപ്പസിന് വരുന്ന പമ്പുകളും ഈ പമ്പുകളും തമ്മിൽ പ്രൈസിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കും. ആ ബോക്സിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. ഇതിൻ്റെ വാട്ടേജ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 5 വാട്ടാണ് ഇതിൻ്റെ പവർ കൺസംഷൻ വരുന്നത്. പിന്നെ അവിടെ എഴുതിയിരിക്കുന്നത് മാക്സിമം വാട്ടർ ലിഫ്റ്റിംഗ് ഹൈറ്റ് ആണ്. അത് 0.6 മീറ്റേഴ്സ് ആണ്. അതായത് 60 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വാട്ടർ ലിഫ്റ്റിംഗ് ഹൈറ്റ്. അത്രയും ഹൈറ്റിലേക്കാണ്, അതായത് 60 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ലിഫ്റ്റിംഗ് വരുന്നത്. അതിൽ കൂടുതൽ ഇത് ലിഫ്റ്റ് ചെയ്യില്ല. അത് കഴിഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്നത് F മാക്സ്, അതായത് ഫ്ലോ മാക്സിമം, എത്ര ഫ്ലോ കിട്ടുന്നുള്ളത് മാക്സിമം, അത് 300 ലിറ്റേഴ്സ് പെർ അവർ എന്നാണ് എഴുതിയിട്ടുള്ളത്. 300 ലിറ്റർ ഒരു മണിക്കൂറിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മിനി പമ്പിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.